കാരണം തിരുവാതിര നക്ഷത്ര ജനിച്ചവർക്ക് ഫെബ്രുവരി മാസത്തിൽ ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിട വരുമെങ്കിലും ഫലത്തിലും പ്രാബല്യത്തിലും വന്നു ചേരുവാനുള്ള ആശയം ഒരുപക്ഷെ മാസത്തിന്റെ പകുതി കഴിഞ്ഞിട്ട് മാത്രമേ അനുഭവത്തിൽ വന്നു ചേരുകയുള്ളൂ. ഔദ്യോഗിക തലത്തിൽ മേലധികാരികളുടെ ചുമതലകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യത്താൽ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യം കുറയും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ തൊഴിൽപരമായിട്ടുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദം വർദ്ധിക്കുവാനിടയുണ്ട്. നിസ്വാർത്ഥ സേവനത്താൽ സൽകീർത്തി ഉണ്ടാകുവാനും ഇടവരുമെങ്കിലും പല ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. മക്കളുടെ പക്വതയുള്ള സമീപനത്താൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. അഭിമാനാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധ പരിശോധന വേണ്ടി വരുവാനും ചികിത്സകളാൽ ഫെബ്രുവരി 15 മുതൽ രോഗശമനം വന്നു ചേരുവാനും ഇടയുണ്ട്. പദ്ധതി സമർപ്പണം, പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ഫെബ്രുവരി 13 ശേഷം നടത്തുകയായിരിക്കും നന്നാവുക. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗമുണ്ട്. വിദേശയാത്ര സഫലമാകുന്നത് വഴി ആശ്വാസമുണ്ടാകും. അഥവാ വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. വാത നീർദോഷ രോഗപീഠകൾക്ക് വിദഗ്ധ ചികിത്സ വേണ്ടിവരും. വാസ്തവ വിരുദ്ധമായിട്ടുള്ള പല തോന്നലുകൾ വന്നു ചേരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യ സമീപനത്താലും ഈ അനിഷ്ടമായിട്ടുള്ള ചിന്തകളെ അതിജീവിക്കുവാനുള്ള വഴിയൊരുക്കുവാനിടയുണ്ട്. വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിവാകേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ചുമതലകളെ ഏറ്റെടുത്ത് സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും ഫെബ്രുവരി 14 വരെ ചെയ്യുന്നത് നന്നല്ല എന്ന് പറയുന്നു. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ മാസത്തിന്റെ പകുതി മുതൽ 12-ാം തീയതി മുതൽ 13-ാം തീയതി മുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇട കാണുന്നു. തിരുവാതിര നക്ഷത്രം ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.